ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയപ്പോഴും റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയപ്പോഴും ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹോം മെയ്ഡ് ഫുഡ് കളറിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട്. വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഈ നാച്ചുറൽ ജെൽ കളർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. കേക്കിലാണെങ്കിലും ഡെസേർട്ടിലാണെങ്കിലും ഐസ്ക്രീമിലാണെങ്കിലും ഒക്കെ ചേർക്കാൻ പറ്റിയിട്ടുള്ള, അതുപോലെ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഇത് ചേർക്കാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ മണമോ ചെവയോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു റെഡ് ഫുഡ് കളർ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല കളർ കിട്ടും. ഇപ്പോൾ ഉള്ളൊക്കെ നല്ല വെളുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബീട്രൂട്ട് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി മിക്സിയിലിട്ട് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ സ്ലൈസർ ഉപയോഗിച്ച് ഇതൊന്ന് അരിഞ്ഞെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം അത് ചേർത്ത് കൊടുക്കാം. ഇത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഇതിലേക്കൊന്ന് ഇറങ്ങി വരുന്നവരെ, നല്ലപോലെ ഒന്ന് വെട്ടി തിളയ്ക്കുന്നവരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബീട്രൂട്ടിലെ കളറൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇത് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബീട്രൂട്ടിൻ്റെ മണവും ഫ്ലേവറോ ഒന്നും തന്നെ ഇതിലെടുത്ത് നിൽക്കുന്നതല്ല. അല്ലാതെ നമ്മളിത് പച്ചയ്ക്കാണ് ഇത് അരച്ചിട്ട് ഇതിൻ്റെ നീരെടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ബീട്രൂട്ടിൻ്റെ ചെവയും മണമൊക്കെ ഇതിൽ കാണും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു കണ്ടെയ്നറിലേക്കോ ഒരു പാത്രത്തിലേക്കോ മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് നാച്ചുറൽ ഫുഡ് കളർ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.